നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇനി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യവും മതേതരത്വവും മാധ്യമ സ്വാതന്ത്ര്യവും പിടിച്ചുകെട്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കൈകടത്തിയിട്ടുണ്ട്. അവർ ഓരോ മേഖലകളിലേക്ക് കടക്കുകയാണ്. ഏകാധിപത്യത്തിന്റെ ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയിലെ മതേതരത്വമാണ്. ആ മതേതരത്തെ ഏതാണ്ട് തകർക്കാനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുക. നമുക്കറിയാം, ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞു. അവിടെ പ്രധാനമന്ത്രി തന്നെ പൂജാരിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു രാജ്യത്തെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എല്ലാ മതസ്ഥരെയും ഒരു നൂലിൽ കൊരുത്തു കൊണ്ടുപോകേണ്ട, എല്ലാ ഭാഷയുള്ളവരെയും, എല്ലാ ദേശങ്ങളെയും, എല്ലാ സ്റ്റേറ്റുകളെയും, എല്ലാ മതങ്ങളെയും, എല്ലാ വിശ്വാസികളെയും, മതവിശ്വാസം ഇല്ലാത്തവരെയും ഒരുമിച്ച് ഒരു മാലയിലെ മുത്തുകളായി കൊരുത്തു പോകേണ്ട ഒരു പ്രധാനമന്ത്രി പക്ഷം പിടിച്ച് മനുഷ്യനിൽ വർഗീയ വികാരങ്ങൾ ഉണർത്തിവിടുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. BJP നേരത്തെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹം എല്ലാവരോടും ഒരു മര്യാദ കാണിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയായി. പക്ഷെ ആ മാന്യതകളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഭരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കലാപങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന മനസ്സുള്ളൊരു പ്രധാനമന്ത്രി. നമുക്കറിയാം, അദ്ദേഹം ഗുജറാത്തിന്റെ പ്രധാന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന കലാപം നൂറുകണക്കിന് സഹോദരിമാരെയും സഹോദരന്മാരെയും ഗർഭിണികളെ പോലും കുഞ്ഞിനോടൊപ്പം നിറവയറുമായിരുന്ന ഗർഭിണിയെ തൃശൂലത്തിൽ കുത്തി നിർത്തിയ മൃഗീയമായ കാഴ്ച കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. പക്ഷെ അത് കാണാത്ത ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം മാത്രം അതറിഞ്ഞില്ല. ഇപ്പൊ നമ്മളുടെ മണിപ്പൂരിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരെയും അവിടുത്തെ ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും തമ്മിൽ തല്ലിച്ച് കലാപത്തിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ അക്കാര്യം അറിയാത്ത ഒരാളെ ഇന്ത്യയിലുള്ളൂ. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആലോചിച്ച് നോക്കൂ. ബാക്കി എല്ലാവരും അറിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇവിടുന്ന് ആളുകൾ പോയി, പ്രതിപക്ഷത്തുനിന്ന് പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP പോയി, എല്ലാവരും അവിടെ സന്ദർശിച്ചു. D രാജ പോയി, സീതാറാം യെച്ചൂരി പോയി. ഇവരെല്ലാവരും അവിടെ ചെന്നു. എല്ലാ കക്ഷികളും അവിടെ എത്തി. പക്ഷേ പ്രധാനമന്ത്രി മാത്രം ഇതറിഞ്ഞില്ല. നടക്കട്ടെ, അങ്ങനെ കൊലകൾ നടക്കട്ടെ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ തെറ്റുകൾ മറച്ചു പിടിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ നിയന്ത്രണമായിരിക്കും. ഇനി ഒരു ഭരണം കൂടി വന്നാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ, വലതുപക്ഷ മാധ്യമങ്ങളെ പോക്കറ്റിലാക്കി കഴിഞ്ഞു. അത് ഭയപ്പെടുത്തി. എന്താണ്, BBC ഓഫീസിൽ വരെ ഇൻകം ടാക്സും ED കയറി. എന്താണ്, നരേന്ദ്രമോദിക്കെതിരെ വാർത്ത കൊടുത്തതിന്, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വാർത്ത കൊടുത്തതിന് BBC, ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ BBC ഏറ്റവും പഴക്കം ചെയ്ത വാർത്താ ശൃംഖലയാണ്. റേഡിയോ കണ്ടുപിടിച്ചു കഴിഞ്ഞ് ആദ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ശൃംഖലയാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ആ BBC ഓഫീസിലേക്ക് റെയ്ഡ് ചെയ്ത് കയറി. ഏതാണ്ട് 10-68 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റെയ്ഡിലൂടെ അവരെ കുടുക്കി വിരട്ടി അവസാനിപ്പിക്കുക. മാധ്യമ ഉടമകൾ, മാധ്യമ പ്രവർത്തകരല്ല, അവർക്ക് പിന്നെയും ധൈര്യമുണ്ട്, അവരെന്തും പറയും, അവർക്ക് എഴുതാം. പക്ഷേ ഉടമ അതിന് തയ്യാറാവുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ BJP സ്തുതിഗീതങ്ങൾ പാടുന്ന ചാനലുകളായി മാറി. അപ്പൊ ഒരു ഘട്ടത്തിൽ ഭയപ്പെടുത്തിയും മറ്റു തരത്തിൽ സ്വാധീനിച്ചും മാധ്യമങ്ങളെ, ഏതാണ്ട് നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ വലയിൽ ഒതുക്കാൻ ഇന്ന് BJPക്കും അവരുടെ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം. നമ്മൾ TV ഓൺ ചെയ്താൽ കാണാം, എല്ലാവർക്കും റേഷൻ. മലയാളി നമ്മൾ എത്രയോ കൊല്ലമായിട്ട് ഞാൻ ആലോചിച്ച് റേഷൻ കട ഇവർ കണ്ടുപിടിച്ചാണോ എന്ന് വിചാരിച്ചു. കാരണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ കണ്ടുപിടിക്കും. കൊല്ലത്തെ മാവേലിക്കര MP ട്രെയിൻ കണ്ടുപിടിച്ച കഥയുണ്ട്. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായ വേറൊരു കഥയുണ്ട്. കൊല്ലത്തിന്റെ മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് ആയപ്പോ ഒരു ട്രെയിൻ പുറപ്പെട്ടു. ഇത് പറഞ്ഞിട്ട് മറ്റേലേക്ക് തിരിച്ചു വരാം, അത് മറന്നു പോകും അല്ലെങ്കിൽ പറഞ്ഞാൽ. ഈ ട്രെയിൻ പുറപ്പെട്ടപ്പോ ഈ ട്രെയിനിന്റെ മുമ്പിൽ കൊട്ടാരക്കര എത്തുന്നവരെ കൊല്ലത്തെ MP പടം വെച്ചിരുന്നു മേളിൽ. കൊട്ടാരക്കര എത്തിയപ്പോ മാവേലിക്കര MP പടം എടുത്ത് മുടി വെച്ചു. അപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്ന ശാന്തന്റെ മകൻ ഇച്ചിരി വായൊക്കെ അടിക്കും, കൊച്ചു പയ്യൻ, അവൻ ഇച്ചിരി കൂടെ ചെറുതാന്ന്. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛാ ആരുടെ ഡെഡ് ബോഡി അച്ഛാ ഈ വണ്ടിയിൽ കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. കാരണം ഈ ആംബുലൻസിന് മുമ്പിൽ സാധാരണ ഈ മരിച്ച ആളുടെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ. അപ്പൊ അവൻ കണ്ടിട്ടുള്ളത്
ആംബുലൻസിന് മുമ്പിൽ ഫോട്ടോ വെച്ച് വരുമ്പോൾ ആള് മരിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഏത് മാമന്റെ ബോഡി കൊണ്ടുവരുന്നത്? നമുക്ക് സംശയമുണ്ട്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ 2 മാമന്മാരെയും ബോഡി ട്രെയിനിൽ കയറ്റി വിടണം എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം കൊച്ചു ചോദിച്ചതുപോലെ ഏത് മാമന്റെ ബോഡിയാണ് ഈ വണ്ടിയിൽ വരുന്നത്? ട്രെയിൻ ആദ്യമായിട്ട് ബ്രോഡ്ഗേജ് വരാണ്. ഭയങ്കര ഫോട്ടോ ടി വിയെ കാണുമ്പോൾ ഒരു മാമന്റെ ഫോട്ടോ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കൊട്ടാകര വന്നപ്പോൾ ആ മാമന്റെ ഫോട്ടോ ഇളക്കിയിട്ട് മറ്റേ മാമന്റെ ഫോട്ടോ വെച്ച്. അപ്പൊ അങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചവരും ട്രെയിനിലും ബോഡി കൊണ്ടുവന്നവരും ഒക്കെ ആയ ആളുകൾ ഇനി ഈ നാട്ടിൽ നിന്ന് പോകേണ്ട. ഇനി സാധാരണക്കാരുടെയും പാവപ്പെട്ടയും പ്രതിനിധികൾ പാർലമെന്റിൽ പോകണം. എന്തിനെന്നാൽ അവിടെ ശബ്ദിക്കാൻ, അവിടെ വിരുന്നുണ്ണാനല്ല, അവിടെ മിണ്ടാണ്ടിരിക്കാനല്ല, അവിടെ ചെന്ന് ശബ്ദിക്കാൻ. ആർജവത്തോടെ ചെയ്യുന്നത് എന്താണ് തെറ്റാണ്, അതിനെ തടയണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിനെ തടയാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയൂ. നമുക്ക് കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റും? ജയിച്ചു പോകുന്ന MP അവിടെ ചെല്ലുമ്പോൾ ഏത് പാർട്ടി ആരുടെ വോട്ട് ചെയ്യുന്ന ആർക്കറിയാം? ഇവിടെ കൂറുമാറ്റ നിരോധന നിയമം ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇത്രയും കുതിര കച്ചവടം നടന്ന ഒരു കാലം. കൂറുമാറ്റ വിരോധന ബില്ല് വരുന്നതിന് മുമ്പേ ഇത്രയും കൂറുമാറ്റം നടന്നിട്ടില്ല. കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എടുത്ത് നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളും ഈ നിയമം എന്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പാവപ്പെട്ട വല്ല പഞ്ചായത്ത് മെമ്പർ കാലു മാറിയെന്ന് പറഞ്ഞാൽ ചിലപ്പം നടപടി വരുമായിരിക്കും. MP-മാരും MLA-മാരും കൂട്ടത്തോടെ കോൺഗ്രസ് അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഒരു ഹോട്ടലിൽ 100 മുറി ബുക്ക് ചെയ്യും. 2 വലിയ വോൾവോ ബസ്സും പ്ലെയിനിൽ ഒരു 2-3 പ്ലെയിൻ നിറച്ച് ടിക്കറ്റും ബുക്ക് ചെയ്ത് കൈവച്ചേക്കുക. ഓപ്പൺ ടിക്കറ്റാ, എപ്പോഴെങ്കിലും എടുക്കാം. കാരണം ഇവന്മാര് കാല് മാറാൻ ഒരുങ്ങുമ്പോൾ എല്ലാം കൂടെ ചാക്കി കയറ്റി അടുത്ത് ഈ പൂച്ചയൊക്കെ പിടിച്ച് ചാക്കി കയറ്റി കൊണ്ടും ദൂരെ കളയുന്ന നടക്ക് സ്വന്തം MLA-മാരെ ചാക്കി കയറ്റി പൊതിഞ്ഞ് ഇടത്ത് സംസ്ഥാനത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് കാശിന്റെ പെട്ടിയായിട്ട് DK ശിവകുമാറിനെ കാവല് വരുത്തും. കൂറുമാറ്റം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല പോകുന്നത്, ജനറൽ സെക്രട്ടറി അല്ല പോകുന്നത്. കർണാടകത്തിലെ പണച്ചാക്കായ ശിവകുമാർ, DK ശിവകുമാർ ഹിമാചലിലേക്ക് പോയി. ഇതിനകത്ത് കാലുമാറാതിരിക്കാൻ പൈസ കൊടുക്കാൻ ചാക്കിന് കാശുമായിട്ട് പോയിരിക്കുകയാണ്. പണത്തിന്റെ ഇടപാടാണ് നടക്കുന്നത് എല്ലാം ഇവിടെ. പണത്തിന്റെ കൊഴുപ്പാണ്. നിങ്ങൾ കണ്ടോളൂ, ഇപ്പൊ കാണാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിലും അമേരിക്ക പാർലമെന്റിലായാലും ആലപ്പുഴയിലായാലും വടകരയിലായാലും പണത്തിന്റെ ഒഴുക്കാണ്. കർണാടകത്തിലെ മദ്യ മുതലാളിമാരും തെലങ്കാനയിലെ മദ്യ മുതലാളിമാരും ഒക്കെ പണം കൊണ്ടു കൊടുത്തിട്ട് കോൺഗ്രസിന്റെ പണത്തിന്റെ ഒഴുക്ക് ഒരു സൈഡിൽ, BJP-യുടെ പണത്തിന്റെ ഒഴുക്ക്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നു, അവിടെയും പണത്തിന്റെ ഒഴുക്കായിരിക്കും. കാരണം സ്വത്ത് പ്രഖ്യാപനം ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ഒരാളാണ് ആവശ്യം. ചാനലിന്റെ ഉടമ കൂടിയാണ്, ഏഷ്യാനെന്റെ ഉടമയും കൂടിയാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരികയാണ്. രാജഗോപാൽ മത്സരിച്ച പോലെയൊന്നും അല്ല, കുമ്മനം രാജശേഖരനെ പോലെയല്ല. ഇത് കോടീശ്വരനാണ് മത്സരിക്കാൻ വന്നത്. അദ്ദേഹം വരുന്നത് 10 കോടിയുടെ വണ്ടിയിൽ. തൃശ്ശൂരിൽ ഒരാൾ വരുന്നത് 3.5 കോടി വിലയുള്ള പോഷേ കാറിന്റെ മേളിൽ നിന്നാണ് ഡാൻസ്. ഞാനൊന്നും പറയുന്നില്ല, കാരണം എന്റെ മോനോട് പറഞ്ഞിടാ നിന്റെ അച്ഛൻ എന്നെ ഒരുപാട് കളിയാക്കുന്നു, അതൊന്ന് നിർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ തൃശ്ശൂർ ചെല്ലുമ്പോൾ പറയാതിരിക്കാൻ പറ്റാ, ഇനി മുട്ടിപ്പോയാൽ ഞാൻ പറഞ്ഞു പോകും കേട്ടോ. ഇപ്പൊ ഈ നമ്മുടെ യോഗത്തിൽ ഞാനത് പ്രയോഗിക്കുന്നില്ല, ചില തമാശകളൊക്കെ ഉണ്ട്. പിന്നെ BJP-യിൽ തുടങ്ങിക്കഴിഞ്ഞ് പത്തനംതിട്ടയിൽ നമ്മുടെ ആശാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രിയപ്പെട്ട PC ജോർജ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെതായ പതിവ് ശൈലി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അവിടെ നടക്കും. പത്തനംതിട്ടയിൽ നമ്മൾ ജയിക്കും, നമുക്ക് ജയിക്കണം. കാരണം എന്താ, പാർലമെന്റിൽ പോയി 18 പേര് കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പോയി. UDF-ന്റേതായി 18 പേരെ കഴിഞ്ഞ തവണ അവർ എന്തെങ്കിലും മിണ്ടി, അവർ അകത്ത് എന്ന് നടന്ന് കൂക്കിവിളിയും ബേളവും. അത് കഴിഞ്ഞ് പുറത്ത് വന്നേച്ച് അവിടെ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ ഇന്ന് സെൽഫി എടുത്തേച്ച് പോകുന്ന രാഹുൽ ഗാന്ധി കൂട്ടരെയും ഇനിയും പാർലമെന്റിലേക്ക് അയക്കണോ വേണ്ടിയോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ പറ്റിയ അബദ്ധം പിന്നെ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. മാവേലിക്കരക്കാർക്ക് കുറെ നാളായിട്ട് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തിരുത്താൻ ഈ അവസരം ഉപയോഗിക്കണം. മിണ്ടാണ്ടിരിക്കാനല്ല പാർലമെന്റിൽ വിടുന്നത്, മിണ്ടാനാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് വിരൽ ചൂണ്ടി. ഇങ്ങനെയാണ് വിരൽ ചൂണ്ടുന്നത്, ഇങ്ങനെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ വിരൽ ചൂണ്ടുക ഇങ്ങനെയാണ്. വിരൽ വയ്ക്കാനും അല്ലല്ലോ പാർലമെന്റിൽ പോകുന്നത്. ഈ അനീതികൾ കാണുമ്പോൾ എതിർക്കണ്ടേ? ഇന്നിപ്പോ നമ്മളോട് ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പൗരത്വ നിയമം ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് മതേതരത്വമാണ്. ഒരു ജാതിയുടെയോ മതത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഒരു പ്രത്യേക മതത്തെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ എടുത്തു വെച്ചിട്ടോ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതാണ് തീരുമാനം. അങ്ങനെ പൗരത്വ നിയമം കൊടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം പൗരത്വ നിയമം നടപ്പിലാക്കേണ്ടത് തമിഴ്നാട്ടിലാണ്. കാരണം സിലോണുമായിട്ടാണ്. ഇത് 3 രാജ്യങ്ങൾ പറയുന്നു: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല അഫ്ഗാനിസ്ഥാൻ. അവിടെ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമില്ല.
എന്നാൽ ഏറ്റവും അധികം തമിഴ് നമ്മുടെ നാട്ടിലുള്ളവർ, പാലക്കാടുള്ളവർ വരെ തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ്, തലമുറകൾക്ക് മുമ്പ് MG രാമചന്ദ്രന്റെ അച്ഛൻ പോലും അവിടെയായിരുന്നു. എവിടെ? സിലോണിലായിരുന്നു. അവിടെ നിന്നാണ് വന്നത് അദ്ദേഹം. അപ്പൊ അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലെ തമിഴ് വംശജർ സിലോണിൽ പോയി. സിംഹളരുടെ ശല്യം കൊണ്ട് അവിടെ ജീവിക്കാൻ വയ്യാതെ നാട് വിട്ടു വന്ന തമിഴന് അഭയാർത്ഥിയായി ഇന്നും രാമേശ്വരത്ത് കിടക്കുകയാണ്. അവനില്ല പൗരത്വം. അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആ നാട് വിട്ട് അഭയാർത്ഥിയായി തെക്കേ ഇന്ത്യയിൽ അഭയം തേടിയ തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ് വംശജരായ ശ്രീലങ്കക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കൂല ഈ നിയമത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടന്നു, ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന, മ്യാൻമറിൽ നിന്ന് കടന്നു വന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇവിടെ അഭയാർത്ഥിയാകാൻ അവകാശമില്ല. ഒരു മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇത്തരം നിയമം നിലനിൽക്കുന്നതല്ല. ഡിവൈഎഫ്ഐയും ഗവൺമെന്റ് തന്നെയും, ഇന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് തന്നെയും ഇതിനെതിരെ കേസ് പറയുകയാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ. ഇത് അനീതിയാണ്. അനീതി. ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അതിന്റെ ഗുണമുണ്ടാകണം, അവർക്ക് അതിന്റെ സുരക്ഷ ഉണ്ടാകണം, അതിന്റെ സംരക്ഷണം കിട്ടണം. അല്ലാതെ ഒരു വിഭാഗത്തിനെ അവഗണിക്കുകയും അവരെ അഭയാർത്ഥികളായും ഒറ്റപ്പെട്ടവരായും ദേശമില്ലാത്തവരായും കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെടുന്ന ഇത്തരം നിയമങ്ങൾ, കർഷകർക്കെതിരെ നിയമമുണ്ട്. വെറുതെ കിടക്കണം. കർഷകർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശും കർഷകരെല്ലാം ഡൽഹിയിലേക്ക് ഒഴുകി. വെറുതെ ഒഴുകിയതല്ല. ട്രാക്ടറുമായി അവർ സമരത്തിന് വന്നു. വെറുതെ വന്നവരല്ല. ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സമരം ചെയ്തു. വെറുതെ വന്നവരല്ല. അവരുടെ കഷ്ടപ്പാടുകൾ, മണ്ണിൽ കഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം, അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ സാധനങ്ങൾ വിറ്റണമെങ്കിൽ വലിയ റിലയൻസ് പോലുള്ള കമ്പനികൾക്ക്, വലിയ വലിയ കുത്തക കമ്പനികൾക്ക് സാധനം ഇനി വിൽക്കാൻ പറ്റൂ. അവരെന്താ ചെയ്യുന്നത്? ഒരു ഗ്രാമത്തിൽ, ബാലോപാലൊക്കെ MP ആയിരുന്ന ആൾ, വടക്കേ ഇന്ത്യയിലൊക്കെ എപ്പോഴും പോകുന്ന ആൾക്കാരാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. 10,000 ആളുകൾ ഒരു ഗ്രാമത്തിൽ കാണും. എല്ലാവരും കർഷകരാണ്. ഭയങ്കര അധ്വാനമാണ്. ഇവർ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഒരു പൊതു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. പാപ്പി അപ്പച്ച എന്ന സിനിമയിൽ ഇന്നസെന്റിന് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പൊതു മാർക്കറ്റിലേക്കാണ് എല്ലാവരും കച്ചവടത്തിന് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടുത്തെ പ്രമാണിമാരായിരിക്കും ഇതെല്ലാം നടത്തുന്നത്, നേതാക്കന്മാര്. അവിടെ കൊണ്ടുചെന്നാണ് വിപണനം നടക്കുന്നത്. ഈ നിയമത്തിൽ പറയുന്നു, വലിയ വലിയ കമ്പനികൾക്ക്, മൾട്ടിനാഷണൽ കമ്പനികൾക്കും വലിയ കമ്പനികൾക്കും കുത്തക കമ്പനികൾക്കും വന്ന് ഇതുപോലെ മാർക്കറ്റുകൾ തുടങ്ങാം. അവിടെ വരുന്നവരിൽ നിന്ന് സാധനം വാങ്ങാം. എന്താ സംഭവം? ആദ്യം അവിടെ നിന്ന് സാധനം വാങ്ങുന്നത് നല്ല വിലക്കായിരിക്കും. അപ്പോഴേ മറ്റേ മാർക്കറ്റ് പൊളി. ഏതാ? ഇത് കർഷകന്റെ മാർക്കറ്റ് ഉണ്ട്, അത് പൊളി. സൊസൈറ്റികൾ നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി മാർക്കറ്റുകൾ പൊളിഞ്ഞു കഴിയുമ്പോൾ, ആ മാർക്കറ്റ് അടച്ചു കഴിയുമ്പോൾ ഈ കുത്തകക്കാരൻ അവന്റെ വില തട്ടി അങ്ങിടിക്കും, കർഷകന് കൊടുക്കുന്ന പൈസ അങ്ങിടിക്കും. ഓരോ ഗ്രാമങ്ങളും കൃഷി ചെയ്യുന്നവരെ അഡ്വാൻസ് ആയി പണം കൊടുത്ത് അവരുടെ വിളവ് മുഴുവൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് തട്ടിക്കൊണ്ടു പോകാൻ കുത്തക കമ്പനികൾക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ കർഷകൻ, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന പാവപ്പെട്ടവർ സമരം ചെയ്യുമ്പോൾ കണ്ടില്ലെന്നടിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ. അതിന് ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർ സമരത്തിന് പോന്നു കർഷകരോടൊപ്പം. ഒരു കോൺഗ്രസ്സുകാരനെ അവിടെ കണ്ടില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് അങ്ങോട്ട് ഓടുക, ചെരുപ്പില്ലാതെയും ചെരുപ്പിട്ടും ഷൂസിട്ടും. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വലിയ ഭൂരിപക്ഷം നേടിപ്പോയി. അപ്പൊ നമ്മൾ പ്രതീക്ഷ എന്താ? മോഡിയെ പിടിച്ചു കെട്ടുവന്നാ. പക്ഷെ മോഡിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. പിടിച്ചു കെട്ടാൻ പറ്റിയില്ല, കെട്ടിപ്പിടിച്ചു. പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞാൽ വോട്ട് പിടിച്ചേ. ഇപ്പൊ പിടിച്ചു കെട്ടുമെന്നാ പറഞ്ഞേ. മോഡിയെ കെട്ടിപ്പിടിച്ച് നാടകം കളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അത്ര മതപ്പതനം. വയനാട്ടിൽ നിന്ന് ജനിച്ചല്ലോ. ഇപ്പൊ ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുകയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റ് കൊടുത്ത കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചു. വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോഴെന്താ പറഞ്ഞ? അവകാശപ്പെട്ടത് കൊടുക്കണം. ഇപ്പൊ കുറച്ച് പൈസ റിലീസ് ചെയ്തു. നമുക്ക് കടമെടുക്കാൻ, നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള പൈസ അവർ തിരിച്ചടയ്ക്കുന്നുണ്ട്. നമ്മൾ കടം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ചടയ്ക്കണം. ആ തിരിച്ചടയ്ക്കാനുള്ള, കടം വാങ്ങിക്കാനുള്ള അവകാശം വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുക. കൂടുതൽ പണം അനുവദിച്ച് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയും. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കി വോട്ട് വാങ്ങാമെന്ന BJPയുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. മലയാളി അഭിമാനമുള്ളവനാണ്. അഭിമാനമുള്ളൊരു ജനതയാണ് കേരളത്തിലെ ജനത. അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും BJP വോട്ട് വാങ്ങാമെന്ന ധാരണയുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ ജനാധിപത്യ വിശ്വാസികളായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയും എന്ന് അവരറിഞ്ഞിരിക്കുന്നത് നല്ലത്. നമ്മളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. ഞാൻ പ്രസംഗം ആവർത്തിക്കുന്നില്ല. നന്ദികേടിന്റെ പര്യായമാണ് കോൺഗ്രസ്. നന്ദികേടിന്റെ പര്യായമാണ്. ഇപ്പൊ വടകരയിൽ മത്സരിക്കുന്ന ഒരാള് ശൈല ടീച്ചർക്കെതിരെ. ആരാണ് ശൈല ടീച്ചർ?
കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. മന്ത്രി എന്ന നിലയിലല്ല, ഒരു അമ്മയെ പോലെ, ഒരു സഹോദരിയെ പോലെ കേരളത്തിലെ ജനങ്ങളെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ സന്തോഷത്തോടെ രക്ഷിച്ചു കൊണ്ടുപോകാൻ കരുത്തുള്ള നേതാവാണ് ശൈലജ ടീച്ചർ. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നത്. ആ വടകരയിൽ മത്സരിക്കുമ്പോൾ എതിരെ മത്സരിക്കാൻ വരുന്നവർ പണച്ചാക്കുകളാണ്. ശൈലജ ടീച്ചർ ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഒരു അധ്യാപികയായിരുന്നു, അവർ മന്ത്രിയായി പ്രവർത്തിച്ചു. കാര്യപൂർവ്വം ഞാൻ പറയാം, അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം പറയാം. കോവിഡ് ബാധിച്ച് കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ന്യൂമോണിയാണ്, വളരെ സീരിയസ് ആയി, രാത്രി ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ കിടക്കുന്ന കിംസ് ആശുപത്രിയിലാണെങ്കിലും എന്റെ ഭാര്യയും ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ, അന്ന് സ്പീക്കർ അല്ല അദ്ദേഹം, ശൈലജ ടീച്ചറെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ബിന്ദു ചേച്ചി വിളിക്കും, ഗണേശേട്ടന് തീരെ സുഖമില്ലാതെ. ഈ ശൈലജ ടീച്ചർ പറഞ്ഞു തീരും പറഞ്ഞു, അയ്യോ ഓളെ നീ വിഷമിക്കണ്ട എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് 5 ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ആ ആശുപത്രിയിലേക്ക് അയച്ചു. മറക്കാനൊക്കെ ഇല്ല അവരുടെ കരുതൽ. എന്നോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനതയും കരുതിയ, ഓക്സിജൻ ഇല്ലാത്തടത്ത് ഓക്സിജൻ, നിങ്ങളുടെ ചവറയിൽ അറിയാമല്ലോ, ചവറ മിനറൽസിന്റെ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നു. ആ ഓക്സിജൻ പൈപ്പിട്ട് ഇപ്പുറത്ത് കൊണ്ട്, റോഡിന്റെ ഹൈവേയുടെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ 100 കണക്കിന് ആളുകളെ കേൾക്കാൻ സ്കൂളിൽ ആശുപത്രി ഒരുക്കിയ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നന്മകളെ മറക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. അതിന്റെ ഉദാഹരണമാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ 1.5 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് ഞാൻ പറയാം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശൈലജ ടീച്ചർ. അവരെ പരാജയപ്പെടുത്താൻ ആരാ? പാലക്കാട് നിന്ന്. എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേ? ശ്രീധരൻ തൊട്ടടുത്തെത്തിയപ്പോൾ ശ്രീധരൻ ജയിച്ചു പോകരുതെന്ന ആഗ്രഹത്തോടെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും വോട്ട് ചെയ്ത് കൊടുത്ത് ജയിപ്പിച്ച ഒരു മാന്യനാണ് വടകരയ്ക്ക് പോയിരിക്കുന്നത്. ഇടതുപക്ഷം വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ 3-ാം സ്ഥാനത്ത് പോയനെ. ഇടതുപക്ഷമുള്ള വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് ഈ ശ്രീധരനല്ല, ഇനി ഏതായാലും ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ്. ആ ജനവിഭാഗത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചയാൾ ഇപ്പൊ പോയിരിക്കുകയാണ്. കോൺഗ്രസ് ആകെ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി വനിതയ്ക്ക് കൊടുത്തത് ആലത്തൂരിൽ നിന്ന് മത്സരിച്ച കുട്ടിക്കാണ്. വീണ്ടും അതിന് മത്സരിക്കാൻ അവസരം കൊടുത്തു. വേറെ ആർക്ക് കൊടുത്തു? പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വയനാടിൽ വനിത, എറണാകുളത്ത് വനിതാ സ്ഥാനാർത്ഥി, വടകരയിൽ വനിതാ സ്ഥാനാർത്ഥി. 20 പേരിൽ 3 പേര് സംവരണം പാസാക്കിയ, വനിതാ സംവരണ ബില്ല് പാസാക്കിയെന്ന് അവകാശപ്പെടുന്ന BJP-കാരൻ പോലും കൊടുക്കാത്ത അത്രയും സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ത്രീകളെ ആ സ്ത്രീകളെ തോൽപ്പിക്കാൻ ശൈലജ ടീച്ചറെ പ്രഗത്ഭയായ ഒരു സാമാജികയെ ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന തടയിടാൻ ഊച്ചാളിത്തരം കാണിക്കുന്നവരെ അല്ല എതിരായിട്ട് നിർത്തേണ്ടത്. അപ്പൊ സ്ത്രീകൾ പാർലമെന്റിലേക്ക് പോരെന്ന് ആഗ്രഹിക്കുന്ന ആരാ? ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പണമെല്ലാം ഒഴുക്കി മത്സരിക്കും. എന്തിന്? ഒരു വനിത കൂടി പാർലമെന്റിൽ പോകരുത്. എന്താ സത്യസന്ധത എന്നറിയാം? എന്തൊരു സ്നേഹമാണ്! ഇതിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത്. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതരത്തെ, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നത്. അവർ പറഞ്ഞാൽ ചുരുക്കാം, 3 തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആദ്യം 1ആയിരുന്നു. മലയാളിയായ ഭാരതത്തിന്റെ അഭിമാനമായ TN ശേഷം അദ്ദേഹം കരുത്തുറ്റ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത സത്യസന്ധനായ മനുഷ്യനാണ്. കഴിവുറ്റ സത്യസന്ധനായ മനുഷ്യനായിരുന്നു TN ശേഷൻ. അദ്ദേഹത്തിന് ശേഷം അത് പോരാ, ഒറ്റയ്ക്ക് ഇരുന്നാൽ പറ്റില്ലെന്ന് കോൺഗ്രസ്സുകാർ 2 പേരെയും കൂടെ വെച്ചു. അങ്ങനെ 3 ഇലക്ഷൻ കമ്മീഷനായി. അത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പരിഷ്കാരം. ഇപ്പൊ എന്താ സ്ഥിതി? ഒരു ഇലക്ഷൻ കമ്മീഷൻ കാലാവധി കഴിഞ്ഞ് പുറത്തുപോയി. 2ാമത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോയി. നിവർത്തിയില്ല കഴിഞ്ഞുകൂടാൻ. കാരണം അനീതികൾ പലതും നടത്താൻ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പൊ എന്താ സ്ഥിതി? 2 ഒഴിവുണ്ടേ. മൊത്തം 3 പേരിൽ ഇനി 2 ഒഴിവുണ്ട്. ആ ഒഴിവ് ആരാ നികത്തുന്നറിയാം? ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു റോളുമില്ല, നീതിപീഠത്തിന് യാതൊരു റോളുമില്ല. അവിടെ പുതിയ സംഗതി, പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ നമ്മള് നന്നായിട്ട് കണക്കറിയാവുന്നവരാണല്ലോ. 3 പേരിൽ 2 പേര് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും, മറ്റേത് പ്രതിപക്ഷ നേതാവ്. ഈ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? ഭൂരിപക്ഷം നോക്കുമ്പോൾ ഇവർ 2 പേരെയും തീരുമാനം. അതായത് BJP-ക്ക് വാലാട്ടുന്ന ആളുകളെ നിയമിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുമെന്ന് സാധാരണക്കാരായ നമ്മൾ ആഗ്രഹിക്കുന്നതിന് തെറ്റല്ലേ? BJP-ക്കാർ അവരുടെ ആളിനെ വെച്ചൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയാൽ അവിടെ നീതിപൂർവമായ അവിടെ എന്താ 2 പേര് BJP വയ്ക്കുന്നവരാണ്. 3ാമത്തെ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അദ്ദേഹം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 പേര് വരെയാണ് അവിടെയും ഭൂരിപക്ഷം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ.
നമുക്കിനി വിശ്വസിക്കാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ ഈ ഇന്ത്യയിൽ, അത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയെ കൂടി ഇവർ പിടിച്ചടക്കുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അധികാരത്തിൽ മാറ്റി നിർത്തണം. ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണം. കേരളത്തിലെ 20 സീറ്റുകളിലും LDF സ്ഥാനാർത്ഥികൾ ജയിക്കണം. കാരണം ഈ 20 പേർക്ക് അവിടെ നരേന്ദ്രമോദിക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ അധികാരത്തിൽ നിന്ന് ഗവൺമെന്റിനെ 5 വർഷവും താങ്ങി നിർത്താനുള്ള കരുത്തുണ്ടാകും, സത്യസന്ധതയുണ്ടാവും. കാരണം നമ്മളെ കൂടെ ഉള്ളവരാരും കൂറുമാറൂല. നമുക്ക് ഹോട്ടലിൽ മുറിയെടുക്കണ്ട, വിമാനത്തിൽ ടിക്കറ്റ് എടുക്കണ്ട, ചാക്കെ കയറ്റി റിസോർട്ടിൽ കൊണ്ട് പൂട്ടിയിടണ്ട. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരാളും ഒരു മെമ്പറും കൂറുമാറി വോട്ടിയില്ല. ആ ചരിത്രമില്ല. കോൺഗ്രസിൽ നിന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ദിവസം TV ഇട്ട് കഴിഞ്ഞാൽ വാർത്ത കാണുന്നത് ബോംബെയിൽ നിന്ന് അയാൾ പോയി, ഇയാൾ പോയി. ഇന്ന് ബോംബെയിലെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് മാറിയിട്ടുണ്ട് BJP-യിലേക്ക്. എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അപ്പാടെ തകർന്ന് ഒഴുകുകയാണ് BJP-യിലേക്ക്. അധികാരത്തിനൊപ്പം പണത്തിനൊപ്പം ഒഴുകുകയാണ്. ജനാധിപത്യത്തിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ദുർവിനിയോഗം തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മൾ വോട്ട് ചെയ്യണം. ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. മഹാനായ BR അംബേദ്കർ നേതൃത്വം കൊടുത്തുകൊണ്ട് തയ്യാറാക്കി അനേകം ദിവസങ്ങൾ രാവും പകലും ഉറക്കമൊഴിച്ച് നീതിബോധത്തോടെ തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന വെല്ലുവിളി നേരിടുന്നു. ആ ഭരണഘടനയെ തകർക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറുത്ത് തന്നെയാവണം. നമ്മൾ പഴഞ്ചൊല്ലിൽ പറയും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയും. അണ്ണാറക്കണ്ണനും തന്നാലായത് 20 സീറ്റ് മതി. ആ 20 സീറ്റ് കൊണ്ട് തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയും. 20 MP-മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകണം. അല്ലാത്തൊരു മിണ്ടാതിരിക്കും. പാർലമെന്റിൽ മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്നവരാണ്. മുസ്ലിം ലീഗിന്റെ പോലും സ്ഥിതി മോശമാണ്. ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് പാർലമെന്റിൽ ശബ്ദിക്കാൻ വയ്യ. ഞങ്ങൾ വക്കീലിനെ വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെന്തോന്ന് ന്യായം? ഇവിടെ നോട്ട് നിരോധിച്ചു. ആര് സമരം ചെയ്തു? LDF മാത്രം സമരം ചെയ്തു. ഇന്ത്യയിൽ ആര് സമരം ചെയ്തു? കേരളത്തിലെ LDF മാത്രം സമരം ചെയ്തു. പൗരത്വ നിയമം കൊണ്ടുവന്നു. ആര് സമരം ചെയ്തു? കേരളത്തിൽ മാത്രം സമരം ചെയ്തു. കർഷകന്റെ LDF സമരം ചെയ്തു. കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഇന്നലെയാണ് 2019 പാസ്സാക്കിയ ബില്ലിനെ കുറിച്ച് ഇന്നലെയാണ് കോൺഗ്രസ് UDF അറിഞ്ഞു കേട്ടോ. ഇന്നലെ പാർലമെന്റ് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് ഉണ്ടായിരുന്നു. 2019 ഈ നമ്മുടെ നാട്ടിൽ പറയും കുഷ്ഠരോഗം വരുമ്പോൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്ന ഡോക്ടർമാര്. അപ്പം ഒരു പിന്നെടുത്ത് ഇങ്ങനെ അശ്വമേധ നാടകത്തിൽ സത്യൻ ഡോക്ടറായിട്ട് അഭിനയിച്ച സത്യന്റെ ആ നാടകത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആദ്യം അഭിനയിച്ചതെന്ന് പറയും. അശ്വമേധം സിനിമ കണ്ടിട്ടുള്ളവരുണ്ട്. സത്യൻ ഡോക്ടറാണ്. ഷീലയുടെ കയ്യിൽ ഒരു മുട്ടുസൂചി കുത്തി നോക്കും. ഒരു സെൻസും ഇല്ല. ഈ കുഷ്ഠരോഗം എന്ന രോഗം വരുമ്പോൾ ആദ്യം ഡോക്ടർമാർ നോക്കും. സെൻസ് ഇല്ലെങ്കിൽ അതിന്റെ ലക്ഷണമായി കണക്കാക്കും. കോൺഗ്രസിന് ഇപ്പം കുഷ്ഠരോഗമാണ്. UDF-ന് ഇപ്പം കുഷ്ഠരോഗമാണ്. 2019 ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ എതിർക്കാത്തവർ ഇവിടെ ഇപ്പൊ ഇലക്ഷന്റെ തലേന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് കേരള ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. നമ്മളെ ചെയ്തുള്ളൂ. നമ്മൾ പ്രമേയം കൊണ്ടുവന്ന് നിയമസഭ പാസാക്കി. അതുകൂടാതെ ശക്തമായി മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി, കേരളത്തിൽ നടക്കുകയില്ല എന്നാ പറഞ്ഞത്. അതിനുള്ള ചങ്കൂറ്റം സഖാവ് പിണറായി വിജയനുണ്ട്. അതിൽ ഇവർക്കാർക്കുമില്ല. ആരാണ് അവരുടെ നേതാവെന്ന് പോലും അറിയാത്ത ഒരു മുന്നണിയാണ് UDF. ഇനി കൂടുതലൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. സമയം ദീർഘിപ്പിക്കുന്നതിൽ പത്തനാപുരത്ത് പോകണം. ഇവരെല്ലാവരും സംസാരിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ നമ്മുടെ ഒരു നേതൃത്വ സമ്മേളനമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറൊന്നുമല്ല. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, കോർണർ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ വിശദമായ പഠനം നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾ ഈ പോയിന്റുകളൊന്നും മറക്കാതെ പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഭരണഘടനയും മഹാനായ BR അംബേദ്കർ എഴുതി തന്ന ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന മനോഹരമായ ഭരണഘടനയ്ക്ക് വീഴ്ച വരാൻ പാടില്ല. മതേതരത്വമാണ് അതിന്റെ അടിത്തറ. ആ അടിത്തറ പൊളിയാൻ പാടില്ല. അടിത്തറ പൊളിഞ്ഞാൽ എല്ലാം താഴെ വീഴും. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനൊരു കാര്യം കൊട്ടാരക്കര തുറന്ന് പറയാം. കൊട്ടാരക്കരയും പത്തനാപുരവും കേന്ദ്രീകരിച്ചായിരിക്കും കലാപരിപാടികളെല്ലാം UDF-ന്റെ. അതിനെ ചെറുക്കാൻ നമുക്കാണ് വൻ ഭൂരിപക്ഷത്തോടെ ബാലഗോപാലിനെയും എന്നെയും വിജയിപ്പിച്ച പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും LDF നേതാക്കൾക്ക് അരുൺകുമാറിന് അതിന്റെ ഇരട്ടി ഭൂരിപക്ഷം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു. ഒരാളും എന്റെ പാർട്ടി നേതാക്കളെ യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഇനി ആരും സംസ്ഥാന നേതാക്കളല്ല, ആരും ജില്ലാ നേതാക്കളല്ല, എല്ലാം ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരാണ്. ബൂത്തുകളിലേക്ക് പോയി, വാർഡുകളിലേക്ക് പോയി നമ്മുടെ സ്ഥാനാർത്ഥി അരുൺകുമാറിനെ വിജയിപ്പിക്കാനുള്ള അക്ഷരാന്ത പരിശ്രമം ജനങ്ങളോട് പറയണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ ബാലഗോപാലിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല. ക്ഷേമ പെൻഷൻ കിട്ടുമല്ലോ. സർക്കാർ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആ നിമിഷം ബാലഗോപാൽ റിലീസ് കൊടുക്കും. ബാലഗോപാലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നത് എനിക്കറിയാം. ശമ്പളം കൊടുക്കാൻ ബാലഗോപാൽ
KSRTC ശമ്പളം കൊടുക്കാൻ പല KSRTC ശമ്പളം കൊടുത്തില്ല. ഇന്നും അദ്ദേഹം KSRTC ശമ്പളം കൊടുക്കാൻ 20 കോടി എനിക്ക് രാവിലെ തന്നു. അടുത്ത 30 കോടിക്ക് എഴുതുകയാണ് അടുത്തത്. KSRTC ശമ്പളം 7 വർഷമായി KSRTC ശമ്പളം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പെൻഷൻ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന KSRTC ജീവനക്കാർ ഇന്ന് KSRTC ജീവനക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്താണ്. കൊറോണയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കാറായിട്ടില്ല. വെള്ളപ്പൊക്കത്തിൽ സഖാവ് പിണറായി വിജയൻ നൽകിയ നേതൃത്വം മറക്കാറായിട്ടില്ല. ഒതിച്ചോറ് കൊണ്ട് DYFIക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതിനെ പുച്ഛിക്കുന്നു. പട്ടിണി എന്തെന്നറിയാത്ത പണക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു DYFIക്കാരന്റെ പൊതിച്ചോറ് രാഷ്ട്രീയം വളരെ പുച്ഛത്തിലാണ്. ആ പൊതിച്ചോറുണ്ട് വിശപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച 1000-കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിൽ ഉണ്ട് എന്ന് UDFകാർ മറക്കണ്ട എന്ന് മാത്രമാണ്. കിറ്റിന്റെ രാഷ്ട്രീയം, അതെ, ആ കിറ്റ് വാങ്ങിച്ച് ആഹാരം വെച്ച് കഴിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അത് കിറ്റിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഒരു തെറ്റുമില്ല. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ കിറ്റ് എത്തിച്ചു കൊടുത്ത്, സർക്കാർ ചെലവിൽ കിറ്റ് എത്തിച്ചു കൊടുത്തു. പിന്നെ മുമ്പും ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല. മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ 5-6 മാസത്തെ പൈസ ഒരുമിച്ച് വീട്ടിലെത്തി. കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ വീട്ടിലെത്തി നൽകി ഒപ്പിട്ട് 10,000, 18,000, 20,000 രൂപ ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച്, രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കയ്യിൽ എണ്ണി കൊടുത്തിട്ട് പോയ നാളുകൾ മലയാളി മറക്കരുത്. അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട്. അതൊന്നും മറക്കാൻ സമ്മതിക്കരുത്, മറക്കാൻ പാടില്ല. കോൺഗ്രസ്സുകാർ നന്ദിയിട്ടവരും UDFകാർ അങ്ങനെയുള്ളവരാണെങ്കിലും ജനങ്ങൾ അങ്ങനെയുള്ളവരായി. അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാമത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരില്ല. കാരണം സ്വർണം, പിത്തള, വെള്ളി, ചെമ്പ്, കുട്ടുകം എന്നെല്ലാം പറഞ്ഞിറങ്ങിയിട്ടും കേരളത്തിലെ ജനങ്ങൾ 99 MLA-മാരെയാ. നേരത്തെ കുറവായിരുന്നു, അതുകൂടെ ഇപ്പൊ കൂടി 99 MLA-മാരെ ജയിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ വേണം. ഏത് ക്ഷേമ പെൻഷൻ കിട്ടും? ക്ഷേമ പെൻഷൻ നിർത്തിയ ഇല്ലല്ലോ. ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുന്നു. കൊട്ടാരക്കരയിൽ ഞാൻ ചോദിക്കട്ടെ, കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല വികസനമല്ലേ ബാലഗോപാൽ വന്നതിന് ശേഷം, അദ്ദേഹത്തെ വിജയിപ്പിച്ചതിന് ശേഷം? എനിക്ക് കുശുമ്പാണ്. കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു 14 കോടി, ഇവിടെ ഒരു 6 കോടി. ഞാൻ ബാലഗോപാലിനെ പലപ്പോഴും പിണങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊന്നും ഇതില്ല, പത്തനാപുരത്തൊന്നുമില്ല. കൊട്ടാരക്കരയിൽ ഏത് മുടുക്കിലോട്ട് നോക്കിയാലും 14 കോടി, ഇവിടെ 6.5 കോടി. ഇത്രയൊക്കെ കിട്ടിയിട്ടും കൊട്ടാരക്കരക്കാര് LDF വോട്ട് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞ പോലെ പറയണ്ടേ? അത് ചെയ്യരുത് എന്നൊരു അഭിപ്രായമാണ്. അത് ചെയ്യരുത്, അത് അവരോട് പറയണം. ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഞാൻ ഈ നാട്ടുകാരനാണ്, ഇവിടെ ജനിച്ചവനാ. നമുക്ക് കടപ്പാടും സ്നേഹവും ഉണ്ട് എല്ലാവരും. അതുണ്ടാകണം. ഏറ്റവും നല്ല വികസനത്തിന്റെ ഒരു കാലഘട്ടം കൊട്ടാരക്കരയ്ക്ക് സംഭാവന ചെയ്ത ബാലഗോപാൽ മന്ത്രിയായിരിക്കുന്ന MLA ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് 2 പേരും കിട്ടിയതിന്റെ 2 ഇരട്ടി ഭൂരിപക്ഷം അരുൺകുമാറിന് കിട്ടണം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. നിങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ തൊഴുത്തിക്കുത്തും പ്രമാണിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പ്രമാണിയും മറ്റേ അടിമയും അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് ഒന്നാഞ്ഞങ്ങ് ഇറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും അരുൺകുമാറിന് ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുൺകുമാറിനെ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ വാങ്ങിപ്പിച്ച് വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഈ കൺവെൻഷനിൽ വെച്ച് നേതാക്കളായ നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.